ഗുഡ് മോർണിംഗ് യൂട്യൂബ്. ഇന്നത്തെ പ്രഭാതത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഡെയിലി വ്ലോഗ് നമ്മൾ ചെയ്യുന്നത് ജിലോങ്ങിൻ്റെ വാട്ടർ ഫ്രണ്ടിൽ വെച്ച് തന്നെയാണ്. അപ്പോൾ രാവിലെ ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ്. കാരണം പിള്ളേരെല്ലാം സ്കൂളിൽ പോയി, വൈഫ് ജോലിക്ക് പോയി. ഇന്നെനിക്ക് വർക്കില്ല, അതുകൊണ്ട് കുറച്ച് സമയം കിട്ടിയപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ഇറങ്ങിയതാണ്. പിന്നെ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നതിലും ബെറ്റർ പ്രൊഡക്റ്റീവായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഒരു ഉദ്ദേശത്തിലാണ് ഇറങ്ങിയത്. അപ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മളിട്ട ഡെയിലി വ്ലോഗ് കണ്ട് ഒത്തിരി പേര് ഡയറക്റ്റ് മെസ്സേജ് ചെയ്യുകയും വാട്സപ്പ് മെസ്സേജ് ചെയ്യുകയൊക്കെ ചെയ്തു. കുറച്ചുകൂടെ ജിലോങ്ങിൻ്റെ മനോഹാരിതകൾ എടുക്കണം എന്നുള്ള രീതിയിൽ സംസാരിച്ചു. അപ്പോൾ ഇന്ന് ഞാൻ നടക്കാൻ തിരഞ്ഞെടുത്ത സ്ഥലം കഴിഞ്ഞ ദിവസം നമ്മൾ നടന്നതിൻ്റെ കുറച്ച് ഭാഗങ്ങളൂടെയുണ്ട്. അതിലേക്ക് ആ ഭാഗത്തൂടെയാണ് നടക്കുന്നത്. ഇത് നമ്മൾ എത്തിച്ചേരുന്നത് ജിലോങ് വാട്ടർ ഫ്രണ്ടിൻ്റെ ലൈൻ ബേർണസ് ബോട്ട് റാമ്പ് എന്ന് പറയുന്ന ആ ഭാഗത്തേക്കാണ് ഇപ്പോൾ എത്തുന്നത്. ഈ ബോട്ട് റാമ്പിനെ പറ്റി കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. നിങ്ങൾ കണ്ടിട്ടില്ലേ, പോയി കാണണം. വളരെ നല്ലൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളും എല്ലാം ഞാൻ വൃത്തിയായിട്ട് എൻ്റെ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെയുള്ള താല്പര്യമുള്ള ആൾക്കാർക്ക് കാണാൻ പറ്റിയൊരു സ്ഥലമാണിത്, ജിലോങ് ലൈൻ ബേർണസ് ബോട്ട് റാമ്പ്. നല്ല പളുങ്ക് പോലെ കിടക്കുന്ന ജലമാണ് ഈ പോർട്ട് ഫിലിപ്പയുടെ ഒരു പ്രത്യേകത. ഒരാൾ അവിടെ ഇരുന്ന് ഫിഷ് ചെയ്യുന്നുണ്ട്. രാവിലെ ഫിഷ് അടിക്കുന്ന സമയമാണ്. രാവിലെയും വൈകിട്ടുമാണ് കൂടുതൽ ഫിഷ് അടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആൾക്കാരിങ്ങനെ വരികയും ഇരിക്കുകയും ഫിഷ് ചെയ്യുകയൊക്കെ ചെയ്യുന്നൊരു സ്ഥലമാണിത്. ഇതൊരു കടൽക്കരയാണ്. ഈ കടൽക്കര എന്ത് ഭംഗിയായിട്ട് ഒരു മെയിൻറ്റെയിൻ ചെയ്തിട്ടിരിക്കുന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ ഏതെങ്കിലും നാട്ടിലെ കടൽക്കര ഇതുപോലെ വൃത്തിയായിട്ടും ഭംഗിയായിട്ടും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം. എനിക്ക് തോന്നുന്നില്ല അവിടെ ഇങ്ങനെ ഉണ്ടെന്നുള്ള കാര്യം. കാരണം ഉണ്ടെങ്കിൽ തന്നെ ഇതേ തന്നെ കാണും, ഈ കാണുന്ന കല്ലുകളെ തന്നെ കാണും. ഏകദേശം ഒരു 8-10 പോസ്റ്ററുകളും പെയിൻറ്റ് കൊണ്ട് സ്വന്തം പേര് എഴുതി വെക്കുക, പേന കൊണ്ടോ അല്ലെ മഷി കൊണ്ടോ സ്വന്തം പേര് എഴുതി വെക്കുക എന്നൊക്കെയുള്ള പരിപാടികൾ. ഇതൊക്കെ എത്രമാത്രം അതുകൊണ്ട് എന്നതാണ് ഇവർക്ക് കിട്ടുന്നത് എന്നുള്ള ഒരു സംഭവമാണ്. ഈ പറയുന്ന ലോകാത്ഭുതങ്ങളിലൊന്നായ താജ്മഹലിൽ പോലും അവർ പേരെഴുതി വെച്ചേക്കുക. എന്ത് കാര്യത്തിനാണെന്ന്. വൃത്തിയുടെയും ഭംഗിയുടെയും കാര്യങ്ങളൊക്കെ കുട്ടികളെ തൊട്ടേ പഠിപ്പിച്ച് തുടങ്ങണം എന്നുള്ളത് വളരെ ആവശ്യമുള്ളൊരു കാര്യമാണ്. ഞാൻ കംപ്ലീറ്റ് അടച്ചാക്ഷേപിക്കുകയല്ല, പാത്രം അറിഞ്ഞ് വിളമ്പുക എന്നുള്ളൊരു സംഭവമുണ്ട്. ഇവിടുത്തെ സ്കൂൾ സിസ്റ്റമൊക്കെ അതിനകത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. കാരണം കുട്ടികളുടെ കൃത്യമായിട്ടുള്ള താലന്തുകൾ അല്ലെങ്കിൽ കഴിവുകൾ മനസ്സിലാക്കി അതിന് വേണ്ടിയിട്ടാണ് ആൾക്കാരിവിടെ പാഠ്യപദ്ധതികൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് തന്നെ വളരെ ഭംഗിയായിട്ടും സന്തോഷമായിട്ടും കുട്ടികൾക്ക് പഠിക്കാൻ താല്പര്യമാണ്. അതാണ് നമ്മളൊക്കെ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എന്തിനാ പഠിക്കുന്നതെന്നുള്ള ഇതായിരുന്നു. നീ പഠിച്ചില്ല അതാ, പഠിച്ചില്ല ഇതാ. അടുത്ത ഒരു ഡെയിലി വ്ലോഗിൽ ഞാൻ ഈ പാറക്കഷ്ണങ്ങളെ പറ്റിയുള്ളൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ജസ്റ്റ് ഒരു ഗ്ലിംസ് ഞാൻ കാണിക്കാം. അപ്പോൾ കുറേ പാറക്കഷ്ണങ്ങൾ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പ്രത്യേകതകളും ഇതിൻ്റെ കാര്യങ്ങളുമൊക്കെ ഞാൻ ഉടനെ തന്നെ ഒരു ഡെയിലി വ്ലോഗിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെ എല്ലാം പൂത്ത മരങ്ങൾ മാത്രം എന്ന് പറഞ്ഞിട്ടുള്ള പോലെയുള്ളൊരു പരിപാടിയാണ്. എങ്ങോട്ട് നോക്കിയാലും ബ്യൂട്ടിയാണ്. ഏത് രീതിയിലേക്ക് നമ്മുടെ ക്യാമറയുടെ ഫ്രെയിം തിരിച്ചു വെച്ചെന്ന് പറഞ്ഞാലും അവിടെ എല്ലാം ഭംഗിയാണ്, മനോഹാരിതയാണ്. അതാണ് ഓസ്ട്രേലിയയുടെ പ്രത്യേകത. എല്ലായിടവും ഇതുപോലെയാണെന്ന് പറയത്തില്ല, പക്ഷേ വിക്ടോറിയ എന്ന് പറയുന്ന, അല്ലെങ്കിൽ മെൽബൺ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ജിലോങ് എന്ന് പറയുന്ന ഈ സ്ഥലം വളരെ മനോഹരമാണ്. എൻ്റെ കാർ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇപ്പുറത്തെ ആൾക്കാരും കൊണ്ട് പാർക്ക് ചെയ്തിരിക്കുന്നത് കാണാമല്ലോ. ഇതൊക്കെ ചെയ്തിട്ടിരിക്കുന്നത് ഇവിടെ വരിക, ആൾക്കാർ കാറിൻ്റെ അകത്തിരിക്കുക, ഒന്നിൽ ഫുഡ് എന്തുകൊണ്ടും മേടിച്ചുകൊണ്ട് വരിക, കഴിക്കുക എന്നൊക്കെ ഉള്ളൊരു പരിപാടിയാണ്. പിന്നെ അല്ലെങ്കിൽ ഇതുപോലെ അവിടെ വണ്ടി പാർക്ക് ചെയ്യുക, ഇറങ്ങി നടക്കുക എന്നുള്ളതാണ്. ആദ്യം കണ്ട കാർ പാർക്കിൽ വേണമെങ്കിലും കാർ പാർക്ക് ചെയ്തിട്ട് നടക്കാം. അങ്ങനെയൊക്കെയുള്ള പരിപാടികളെല്ലാം ഇവർ ഹൈ പ്ലാനിങ്ങിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഞാനപ്പോൾ ഇവിടെ വന്ന് ഒന്ന് ഇരുന്നു. ഒരു 2 മിനിറ്റ് ഇരുന്നിട്ട് ഇനി തിരിച്ചു പോകണം. ഒരു 4 തവണ 4-5 തവണ അപ്പ് ആൻഡ് ഡൗൺ നടന്നു. ഒരു 200-250 മീറ്റർ നടന്നു. തൽക്കാലം ഇന്നത്തേനുള്ള എക്സസൈസിന് ഇത് മതിയാവും. ഇനി ചെന്നിട്ട് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇത് എഡിറ്റ് ചെയ്യുകയോട് ചെയ്യണമല്ലോ, അപ്പോൾ ആ കാര്യങ്ങളെല്ലാം കിടക്കുന്നു. ഇപ്പോൾ ഇൻ്റർനെറ്റിൽ വളരെ സെൻസേഷനായി പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയം കൂടെ സംസാരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ
ദ ഫ്യൂച്ചർ ഐ സോ എന്നാണ്. ഫ്യൂച്ചർ ഐ സോ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും. റിയോ തസുഗി എന്ന് പറയുന്ന ഒരു ജാപ്പനീസ് ആർട്ടിസ്റ്റ്, ഒരു തിയേറ്റർ ആർട്ടിസ്റ്റാണ്. അവർ നേരത്തെ ചെയ്ത ഒരു 1991 ചെയ്ത ഒരു ബുക്കിനെ സംബന്ധിച്ചാണ് ഇപ്പോഴത്തെ സെൻസേഷൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ 1991 ഒരു ബുക്ക് ചെയ്തു. അതായത് ഒരു ഫുൾ വരയും കാര്യങ്ങളൊക്കെ ആയിട്ടൊരു കാർട്ടൂൺ ബുക്ക് ചെയ്തു. ആ ബുക്കിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ദ ഫ്യൂച്ചർ ഐ സോ എന്നാണ്. ഇപ്പോൾ ഇവർ പറയുന്ന പല കാര്യങ്ങളും ഇപ്പോൾ സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ ഒരു സംഭവത്തിന് കാര്യം. കാരണം ഇവർ ഫ്രെഡി മെർക്കുറി എന്ന് പറയുന്ന ലോകപ്രശസ്തമായ പാട്ടുകാരൻ്റെ മരണം, ഡയാനയുടെ മരണം, അതായത് പ്രിൻസ് ഓഫ് വെയിൽസിൻ്റെ പത്നിയായിരുന്ന ബ്രിട്ടീഷ് എംപയറിൻ്റെ സെക്കൻഡ് ജനറേഷനായിരുന്ന ഡയാനയുടെ മരണം ഇവർ പ്രെഡിക്റ്റ് ചെയ്തിരുന്നു എന്നുള്ളൊരു കാര്യം വളരെ പ്രസ്തുതാർഹമാണ്. എന്ന് പറഞ്ഞതുപോലെ തന്നെ സുനാമി 2011 സുനാമിയെ പറ്റി ഇവർ പ്രെഡിക്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഇങ്ങനെ കുറേ പ്രെഡിക്ഷൻസ് എല്ലാം ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇവർ പ്രെഡിക്റ്റ് ചെയ്തിരിക്കുന്നൊരു കാര്യം ഇനി ഒരു 4 ദിവസത്തിനുള്ളിൽ നടക്കുമെന്നാണ് പറയുന്നത്. അതായത് മാസ് ഹിസ്റ്റീരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യമോ ഒരു ലക്ഷണങ്ങളോ ഒന്നുമില്ലാതെ ഒരു കൂട്ടം ആൾക്കാർക്ക് പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു ഭ്രാന്ത് എന്ന് വേണേൽ പറയാം. മാസ് ഹിസ്റ്റീരിയ എന്ന് നിങ്ങൾ ഗൂഗിളിൽ അടിച്ച് നോക്കിയാൽ അറിയാം അതിൻ്റെ അർത്ഥം എന്നാണ്. ഒരു പ്രത്യേക രീതിയിൽ ആൾക്കാർ പെരുമാറാൻ തുടങ്ങുക, അതായത് രോഗലക്ഷണങ്ങൾ കാണിക്കുക, എന്നാൽ രോഗത്തിൻ്റെ ഒരു ലാഞ്ചനയും ഇവർക്കില്ലായിരിക്കും. അങ്ങനെ ഒരു സംഭവം ഇവർ പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനി 4 ദിവസത്തിനുള്ളിൽ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കാണാം അത് വർക്കൗട്ട് ആവുമോ എന്നുള്ളത്. പക്ഷേ ഇവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ 90% നടന്നിട്ടുണ്ട് എന്നുള്ളതൊരു സത്യമാണ്. അപ്പോൾ 1985 ഇവർ രാത്രി കാണുന്ന സ്വപ്നങ്ങളെല്ലാം എഴുതി വെക്കുന്ന സ്വഭാവമുണ്ട് ഇവർക്ക്. അപ്പോൾ അങ്ങനെ എഴുതി അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി എഴുതി വെച്ചതാണ്. അത് കുറേ വർഷങ്ങൾക്ക് ശേഷം ഇവരതൊരു ബുക്കായി പ്രസിദ്ധീകരിച്ചു. അപ്പോൾ ആ പ്രസിദ്ധീകരിച്ച സംഭവം ഇപ്പോഴാണ് അതിൻ്റെ ലൈറ്റിലേക്ക് വരുന്നത്. കാരണം പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. ചിലപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വേറൊരു കാര്യം ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. സിംസൺ എന്ന് പറയുന്ന ഒരു കോമിക്സിനെ പറ്റിയും ഇത് പറഞ്ഞു കേൾക്കാറുണ്ട്. കാരണം ഡൊണാൾഡ് ട്രംപിൻ്റെ സ്ഥാനാരോഹണവും ഡയാനയുടെ മരണവും ഇതെല്ലാം ഇവർ അതിനകത്ത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. പല നേരത്തെ അതൊരു കാർട്ടൂണാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാമോ എന്നറിയില്ല. സാധാരണ ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാവുന്ന ഒരു കാർട്ടൂണാണ് സിംസൺ എന്ന് പറയുന്നത്. ഈ സിംസണിൻ്റെ അകത്തും ഇതുപോലെ പ്രഡിക്ഷൻസ് കൂടുതൽ ആൾക്കാർ കണ്ടെത്താറുണ്ട്. അതായത് ഡയാനയുടെ മരണം അതിൻ്റെ ആംഗിളിൽ തന്നെ വരച്ച ഇതാണ് കാണുന്നത്. അതായത് പല ഫോട്ടോ ഫ്രെയിമുകളും അവരുടെ ആ രീതി തന്നെ ഫോട്ടോ എടുത്തതുണ്ട്. അത് നേരത്തെ ഇവർ ഈ കാർട്ടൂണിൽ കൂടി, അതായത് ഒരു TV കാർട്ടൂൺ പരമ്പരയാണ്. അപ്പോൾ അതിനകത്തൂടെ പ്രസിദ്ധീകരിച്ചത് ഒക്കെ അതിനകത്ത് ഉണ്ട്. ഇതൊക്കെ എത്രമാത്രം സത്യമുണ്ടെന്ന് അറിയത്തില്ല. എന്തായാലും ആൾക്കാർക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ബിലീവ് ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ആൾക്കാർ അതിലൊക്കെ കയറി അങ്ങ് പിടിക്കുകയും അത് സംസാരിക്കുകയും അതൊക്കെ സത്യമാണെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു ജനക്കൂട്ടമാണ് നമുക്കുള്ളത്. എന്താണേലും ഇവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നടക്കുമോ എന്ന് കണ്ടറിയണം. കാരണം പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും പ്രെഡിക്റ്റ് ചെയ്തത് പല കാര്യങ്ങളും നടന്നിട്ടുണ്ട്. സുനാമി തന്നെ ലോകത്തിന് മുമ്പിൽ ഒരു കാലഘട്ടത്തെ വേർതിരിച്ച ഒരു സംഭവമാണ്. അതായത് സുനാമിക്ക് മുമ്പ് സുനാമിക്ക് ശേഷം എന്നുള്ള രീതിയിൽ രണ്ടായി വേർതിരിക്കപ്പെട്ട ഒരു സമയമാണ്. അതുപോലും ഇവർ പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് വാസ്തവം. അതും 1991 അല്ല 85. 91 ഇത് പബ്ലിഷ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ 91 എന്നുള്ള കാര്യം പറയുന്നത്. ലെറ്റ്സ് സീ ഹൗ തിങ്സ് ഗോ. ഇതിനകത്ത് എന്ത് നടക്കും എന്നുള്ളത് നമുക്കറിയത്തില്ല. അത് കണ്ടറിയേണ്ടത് തന്നെയുണ്ട്. എന്താണെങ്കിലും ജപ്പാനിലേക്ക് വളരെയധികം ഈ ദിവസങ്ങളിൽ പ്ലെയിനുകളൊക്കെ ഉള്ളത് ക്യാൻസൽ ചെയ്തു. എല്ലാവരും ഒരു ഭയത്തിൻ്റെ ഒരു സംഭവം ഇങ്ങനെ നിൽപ്പുണ്ട്. എന്താണെങ്കിലും നമുക്ക് നോക്കാം, കണ്ടറിയാം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നാളെ ഞാൻ വേറെ ഒരു വ്ളോഗുമായിട്ട് വരുന്നതായിരിക്കും. അതുവരെ സന്തോഷമായിരിക്കുക, ആരോഗ്യമായിരിക്കുക. വിൽ സീ യു ഓൺ ദ നെക്സ്റ്റ് വൺ.